ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ പോയിരിക്കുന്നത് മിഡ്ലാൻഡ് എയർ മ്യൂസിയത്തിലാണ്. ഇത് കോവൻട്രിയിലാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകാം, അല്ലെങ്കിൽ അവിടെ എത്തിയിട്ട് നമുക്ക് ടിക്കറ്റ് എടുത്താലും മതി. യുദ്ധവിമാനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ ഉള്ളവർക്കും പിന്നെ അതിനോട് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ പോയപ്പം എനിക്കിതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. അപ്പം ഞാൻ ഇവിടെ പോയപ്പോൾ നമ്മുടെ കാറിൻ്റെയൊക്കെ വർക്ക്ഷോപ്പിൽ ഒരുപാട് കാറുകൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഫീലായിരുന്നു എനിക്ക്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ അവിടെ എത്തിയതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ യുദ്ധവിമാനങ്ങളുണ്ട്, ഇതാണ് വിമാനം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത്. 2 നിലയിലായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിലത്തെ നിലയിലോട്ട് പോകണം, നമുക്ക് ലിഫ്റ്റൊന്നുമില്ല. ലിഫ്റ്റ് ഇല്ലയെന്ന് ഞാൻ പറയാൻ കാര്യം, ഇപ്പം കുട്ടികളെയും കൊണ്ടൊക്കെ വരികയാണെങ്കിൽ, കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോൾ നമ്മളുടെ കയ്യിൽ എന്തായാലും പ്രാമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഏവിയേഷൻ്റെ ഒരു ഫുൾ ഹിസ്റ്ററി നമുക്ക് ഇവിടുന്ന് വായിച്ച് മനസ്സിലാക്കി പോകാം. ഞങ്ങളിവിടെ വരാൻ കാര്യം ആരോൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ്. ആരോണ്ട് ഇങ്ങനെ എയറോപ്ലെയിൻസും അതൊക്കെ ഭയങ്കര കാര്യമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യും. അതുകൊണ്ട് അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇവിടെ കാണാനും പോകാനൊക്കെ. ഞങ്ങൾ ഏകദേശം രാവിലെ ഒരു 11 മണിയോട് കൂടിയാണ് വന്നത്. അപ്പോൾ അത്ര തിരക്കൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴത്തേനും ഒരുപാട് ആളുകൾ ഇത് കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. പിന്നെ അതിനകത്തുനിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് ഇതുപോലെയുള്ള വലിയ വലിയ യുദ്ധവിമാനങ്ങളാണ്. അത് ഭയങ്കര ഒരു കാഴ്ച തന്നെയായിരുന്നു. കാരണം പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞായിരുന്നപ്പോൾ നമ്മൾ ആകാശത്തിലൂടെ പോകുന്ന ചെറിയ വിമാനത്തെയാണ് കാണുക. അപ്പോൾ അത്രയും ആ കുഞ്ഞു വിമാനങ്ങൾ ഇത്ര അടുത്തുനിന്ന് കാണുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് അത് വളരെ വലുതാണ്. പിന്നെ ഇതൊക്കെ യുദ്ധവിമാനങ്ങളാണെന്ന് പറയുമ്പം അത് കുറച്ചും കൂടെ, കാരണം ഇപ്പം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിമാനങ്ങളാണല്ലോ നമ്മുടെ ഇപ്പം യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ പുതിയ വേർഷൻസ്, ഇതൊക്കെ ഒത്തിരി പഴയ വേർഷൻസാണ്. ഇപ്പോൾ ഈ കാണുന്ന ഓരോ യുദ്ധവിമാനവും യുദ്ധത്തിലെ പുലികളായിരുന്നു. എന്തായാലും ഈ ഒരു ട്രിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം യുദ്ധവിമാനങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത ഞാൻ അവിടെ എത്തിയിട്ട് കുറേ കാര്യങ്ങളെങ്കിലും അറിഞ്ഞു. പിന്നെ ഇതൊക്കെ ഇത്ര അടുത്ത് കാണുക എന്നുള്ളത് ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ. അപ്പോൾ ഇപ്പം വിൻ്ററൊക്കെ മാറി ഏകദേശം സ്പ്രിങ്ങിലോട്ടൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ക്ലൈമറ്റും മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ കാണാൻ നല്ല രസമായിരിക്കും. ഒന്ന് നമ്മുടെ വർക്ക് പ്രഷർ, സ്ട്രെസ്സ്, അതിനകത്ത് നിന്നൊക്കെ ഒരു റിലീഫ് കിട്ടാനും ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ചെറിയ സ്ഥലങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇനി ഈ ഒരു സമ്മറിൽ പോകുന്ന എല്ലാ സ്ഥലങ്ങളും വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബായ്.